നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുവോണ ദിനത്തിൽ 51 വിഭവങ്ങളോടുകൂടിയ മഹാ തിരുവോണ ഊട്ട് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉത്രാടപ്പാച്ചിലിൽ നാടും നഗരവും. ഇടയ്ക്കിടെ പെയ്യുന്ന മഴ ആശങ്ക ഉണ്ടാക്കുന്നെങ്കിലും കച്ചവടം പുരോഗമിക്കുന്നതായി വ്യാപാരികൾ. രാമക്കൽമേട് കുറവൻകുറത്തി ശില്പത്തിന് കേടുപാടുകൾ പറ്റി. ശില്പത്തിന്റെ താഴ്ഭാഗത്തു നിന്നും കോൺക്രീറ്റ് അടർന്ന നിലയിൽ. അറക്കുളം കുടയത്തൂർ ഗ്രാമപഞ്ചായത്തുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഗ്രാമീണ മേഖലയിലെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഗ്രാമവണ്ടി സർവീസ് ആരംഭിച്ചു. ഗ്രാമവണ്ടി പദ്ധതിയുടെ ഉദ്ഘാടനവും ഫ്ലാഗ് ഓഫും റോയ് കെ പൗലോസ് MLA നിർവഹിച്ചു. ഉടുമ്പൻചോല നിയോജകമണ്ഡലം തല ഓണം ടൂറിസം വാരാവകാശ പരിപാടികൾ സമാപിച്ചു. അഡ്വക്കേറ്റ് സേനാപതി വേണു MLA വടംവലി മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുവോണ ദിനത്തിൽ 51 വിഭവങ്ങളോടുകൂടിയ മഹാ തിരുവോണ ഊട്ട് നടക്കുമെന്ന് ഭാരവാഹികൾ തൊടുപുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തിയ വടക്കങ്കൂർ രാജവംശത്തെ പ്രതിനിധീകരിച്ച് ഗോപകുമാർ രാജ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും. മഹാ തിരുവോണ ഊട്ടിൽ പങ്കെടുക്കുന്നതിന് KSRTC ഒരുക്കുന്ന അഞ്ചമ്പല ദർശനവും രാവിലെ ഉണ്ടാവും. ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി പെരിയമന ഹരിനാരായണൻ നമ്പൂതിരി നേതൃത്വം നൽകും. ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുവോണ നാളിൽ 51 വിഭവങ്ങളോടുകൂടിയ മഹാ തിരുവോണയൂട്ട് നടക്കും. ഭഗവാന്റെ പുനഃപ്രതിഷ്ഠ നടത്തിയ വടക്കങ്കൂർ രാജവംശത്തെ പ്രതിനിധീകരിച്ച് ഗോപകുമാർ രാജ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും. പഞ്ചപാണ്ഡവർ പ്രതിഷ്ഠിച്ച മറ്റ് 4 ക്ഷേത്രങ്ങൾ ദർശിച്ച് ഇടവെട്ടിയിലെ മഹാ തിരുവോണയൂട്ടിൽ പങ്കെടുക്കുന്നതിന് KSRTC ഒരുക്കുന്ന അഞ്ചമ്പല ദർശനവും ബുധനാഴ്ച രാവിലെ ഉണ്ടാകും. രാവിലെ 6:30 തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പരിസരത്ത് നിന്നുമാണ് വാഹനം പുറപ്പെടുന്നത്. മഹാ തിരുവോണയൂട്ടിന് 50,000 പേരെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ചിങ്ങമാസത്തിൽ നകുലനാൽ പ്രതിഷ്ഠിതമായ ക്ഷേത്രത്തിൽ നകുലിന് ദേവചൈതന്യം ദേവന്മാരുടെ പുത്രനായ അശ്വിനി ദേവപുത്രന്റെ അനുഗ്രഹം കിട്ടി. ആ ദിവസം കൂടിയാണ് ചിങ്ങമാസത്തിലെ തിരുവോണം. അതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് തൊടുപുഴ പ്രദേശം ഭരിച്ചിരുന്ന കീഴ്മലൈനാട് ഭരിച്ചിരുന്ന വടക്കങ്കൂർ രാജവംശം ആണ് ക്ഷേത്രത്തെ ജീർണോദ്ധാരണത്തിൽ നിന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പുതിയ ക്ഷേത്രം പണിയുകയും ആ സമയത്ത് തൊടുപുഴ ഭരിച്ചിരുന്ന കീഴ്മലൈനാട് ഭരിച്ചിരുന്ന വടക്കങ്കൂർ രാജവംശത്തിലെ പരമ്പരയ്ക്ക് സന്താന സൗഭാഗ്യമില്ലായിരുന്നു. അപ്പം ഭഗവാൻ സ്വപ്ന ദർശനത്തിലൂടെ അരുളി ചെയ്തു, ക്ഷേത്രത്തിൽ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുവോണമൂട്ട് വഴിപാടായി നടത്തിയാൽ സന്താന സൗഭാഗ്യം ലഭിക്കുമെന്ന് പറയുകയും അങ്ങനെ ഏറ്റവും അടുത്ത ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ തിരുവോണമൂട്ട് വഴിപാടായി സദ്യയായിട്ട് നടത്തുകയും ചെയ്തു. അങ്ങനെ ആണ് തിരുവോണമൂട്ടിൻ്റെ മഹാത്മ്യം ഇടവെട്ടി ക്ഷേത്രത്തിൽ ഉണ്ടാകുകയും അത് കാലങ്ങളായി എല്ലാ വർഷവും തിരുവോണം നാളിൽ തിരുവോണമൂട്ട് നടക്കാറുണ്ട്. അതുപോലെ എല്ലാ മാസവും മലയാള മാസവും തിരുവോണ നാളിൽ 25 കൂട്ടം വിഭവങ്ങളോടുകൂടി തിരുവോണമൂട്ട് ക്ഷേത്രത്തിൽ നടന്നു വരുന്നു. ചടങ്ങുകൾക്ക് മേൽശാന്തി പെരിയമന ഹരിനാരായണൻ നമ്പൂതിരി നേതൃത്വം നൽകും. രാവിലെ 9 മുതൽ ക്ഷേത്രമുറ്റത്ത് കേളി സംഗമം ഇടവെട്ടി ഒരുക്കുന്ന പഞ്ചാരി മേളം നടക്കും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ MR ജയകുമാർ, കൺവീനർമാരായ ദേവരാജൻ, KP മോഹനൻ, സെക്രട്ടറി സിജു B പിള്ള, കമ്മിറ്റി അംഗം ഹരികൃഷ്ണൻ മഠത്തിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഉത്രാടപ്പാച്ചിലിൽ നാടും നഗരവും. ഇടയ്ക്കിടെ പെയ്യുന്ന മഴ ആശങ്ക ഉണ്ടാക്കുന്നെങ്കിലും കച്ചവടം പുരോഗമിക്കുന്നതായി വ്യാപാരികൾ. വണ്ണപ്പുറത്തെ തുണിക്കടകളിലും പച്ചക്കറി പൊതുവിപണിയിലും ഓണച്ചന്തകളിലും രാവിലെ മുതൽ നല്ല തിരക്ക് അനുഭവപ്പെട്ടു. ഉത്രാടപ്പാച്ചിൽ
ഓട്ടപ്പാച്ചിലിൽ നാടും നഗരവും. ഇടയ്ക്കിടെ പെയ്യുന്ന മഴ ആശങ്ക ഉണ്ടാക്കുന്നെങ്കിലും കച്ചവടം പുരോഗമിക്കുന്നതായി വ്യാപാരികൾ. വണ്ണപ്പുറത്തെ തുണിക്കടകളിലും പച്ചക്കറി പൊതുവിപണിയിലും ഓണച്ചന്തകളിലും രാവിലെ മുതൽ നല്ല തിരക്ക് അനുഭവപ്പെട്ടു. നമ്മുടെ കാലാവസ്ഥ നമുക്ക് വളരെ പ്രതികൂലമായി പോയി. മറ്റു കാര്യങ്ങൾ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നമ്മൾ 2-3 ദിവസമായിട്ട് കാലാവസ്ഥ മാറ്റത്തിൻ്റെതായ കച്ചവടത്തിൽ ചെറിയ മാന്ദ്യം വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് ഓണം മോശമില്ലാത്ത രീതിയിൽ പോകുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് വ്യാപാരത്തിൽ ആശങ്ക തന്നെയാണ്. കാരണം നമ്മുടെ കടയിൽ നമ്മൾ മുടക്കിയിരിക്കുന്ന അതും വ്യാപാരമാണ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു വർണ്ണം നൈറ്റി എന്നുള്ള പേരുള്ള നൈറ്റിയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ നൈറ്റിയുടെ തന്നെ വിവിധ മോഡലുകൾ, പിന്നെ അത്യാവശ്യം ബാക്കി വരുന്ന പല ഐറ്റങ്ങളുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഓൾ ഐറ്റമില്ല, എന്നാൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും മുണ്ടുകൾ, ഷർട്ടുകൾ, അങ്ങനെ ടീഷർട്ട് ഉൾപ്പെടെ വരുന്ന ഡെയിലി വെയർ പുസ്തകങ്ങൾ ഇപ്പോഴാണ് നമ്മൾ സെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ഐറ്റങ്ങളും ചെയ്യാൻ നമുക്ക് ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വ്യാപാര മാന്ദ്യം എന്ന് പറയാൻ പറ്റിയില്ല, എന്നാൽ കാലാവസ്ഥയുടെ വ്യത്യാസമാണ് ഇപ്പോൾ നമ്മൾ ബാധിച്ചിരിക്കുന്നത്. ഓണത്തിന് വേണ്ടി അത്യാവശ്യം സാധനങ്ങൾ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ സ്റ്റാഫുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ മഴ ചെറിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത്യാവശ്യം സെയിൽ നടക്കുന്നുണ്ട്. കസ്റ്റമേഴ്സ് ഇടയ്ക്കിടയ്ക്ക് തള്ളി കയറുന്നുണ്ട്. ഇടയ്ക്കിടെ പെയ്യുന്ന മഴ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ഇന്നും നാളെയുമായി ഉപഭോക്താക്കൾ കൂടുതലായി കടകളിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. രാമക്കൽമേട് കുറവൻകുറത്തി ശില്പത്തിന് കേടുപാടുകൾ പറ്റി. ശില്പത്തിന്റെ താഴ്ഭാഗത്തു നിന്നും കോൺക്രീറ്റ് അടർന്ന നിലയിൽ. ഇരട്ട ശില്പത്തിന്റെ നവീകരണത്തിനായി അനുവദിച്ച തുക വിനിയോഗിക്കപ്പെട്ടില്ലെന്നും ആക്ഷേപം. ഏഷ്യയിൽ ഏറ്റവുമധികം കാറ്റ് വീശുന്ന രാമക്കൽമേട്ടിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് മലമുകളിലെ കുറവൻകുറത്തി ഇരട്ട ശില്പം. ശില്പത്തിന്റെ താഴ്ഭാഗത്തുള്ള കുട്ടിയുടെ രൂപത്തിന്റെ കാൽഭാഗത്തു നിന്നുമാണ് കോൺക്രീറ്റ് അടർന്നിരിക്കുന്നത്. മുൻപ് ശില്പത്തിന്റെ പല ഭാഗങ്ങളിലും അപകടകരമായ വിള്ളലുകൾ രൂപപ്പെട്ടിരുന്നു. ഇവയൊക്കെ താൽക്കാലികമായി അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നുവെങ്കിലും ശില്പം പൂർണ്ണമായും സുരക്ഷിതമാക്കാൻ നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം. ശില്പത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി മുൻപ് DTPC 1.25 കോടി രൂപ വകയിരുത്തിയിരുന്നുവെന്നും എന്നാൽ ആനുപാതികമായ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്നുമാണ് ആക്ഷേപം. ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് രാമക്കൽമേട് ടൂറിസ്റ്റ് കേന്ദ്രം. രാമക്കൽമേട് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ദിനം പ്രതി ആയിരക്കണക്കിന് സഞ്ചാരികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓണം പ്രമാണിച്ച് വളരെ വലിയൊരു തിരക്കുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ രാമക്കൽമേട്ടിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങളിലൊന്നായ രാമക്കൽമേട് കുറവൻകുറത്തി സ്റ്റാച്യു, അതിൻ്റെ താഴത്തെ സൈഡ് ഒരു കുറവൻകുറത്തിയും ഒപ്പം ഒരു കുട്ടിയും നിൽക്കുന്ന ഒരു ഗ്രോട്ടയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിലേറ്റവും താഴത്തെ ഒരു സൈഡിൽ ഏതാനും ഭാഗങ്ങൾ അടർന്നു പോയതായിട്ടുള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ സമയങ്ങളിൽ 1.25 കോടി രൂപ മെയിൻ്റനൻസ് വർക്കിന് വേണ്ടി DTPC വകയിരുത്തിയിരുന്നു. പക്ഷേ മെയിൻ്റനൻസ് വർക്കുകൾ നടന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഇരട്ട ശില്പങ്ങളിൽ ഒന്നുകൂടിയായ കുറവൻകുറത്തി ശില്പം സംരക്ഷിക്കേണ്ട ചുമതല DTPCക്കുണ്ട്. ഏറ്റവും അത്യാവശ്യമായി തന്നെ വേണ്ട നടപടികൾ DTPC സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. അറക്കുളം, കുടയത്തൂർ ഗ്രാമപഞ്ചായത്തുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഗ്രാമീണ മേഖലയിലെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഗ്രാമവണ്ടി സർവീസ് ആരംഭിച്ചു. ഗ്രാമവണ്ടി പദ്ധതിയുടെ ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫും ഇടുക്കി MLA റോയ് കെ പൗലോസ് നിർവഹിച്ചു. അറക്കുളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ അറക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഗോപിനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ പങ്കെടുത്തു. അറക്കുളം, കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഗ്രാമീണ മേഖലയിലെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഗ്രാമവണ്ടി സർവീസ് ആരംഭിച്ചു. ഗ്രാമവണ്ടി പദ്ധതിയുടെ ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫും ഇടുക്കി MLA റോയ് കെ പൗലോസ് നിർവഹിച്ചു. അറക്കുളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ അറക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഗോപിനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുയോഗത്തിൽ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി മെമ്പർ K സുരേഷ് ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം സജി P ജോസ്, കൊടിയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ വിജയൻ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ മാത്യു സെബാസ്റ്റ്യൻ, സ്റ്റീഫൻ ജോർജ്, ഇടംദേശം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജു ഓടയ്ക്കൽ, KK മുരളീധരൻ, അറക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇമ്മാനുവൽ സൈമൺ, കൊടിയത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസിയ ഫൈസൽ, ഇരു പഞ്ചായത്തുകളിലെയും മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. ഗ്രാമവണ്ടിക്ക് മൂന്നുങ്കവയൽ, അറക്കുളം പഴയപള്ളി, വെങ്കിട്ട്, കാഞ്ഞാർ, കോവപ്പള്ളി, പുത്തേട്, പതിപ്പള്ളി, ആശ്രമം എന്നിവിടങ്ങളിൽ നാട്ടുകാർ സ്വീകരണം നൽകി. ഈ ഭരണസമിതിയുടെ 5 വർഷവും ഗ്രാമവണ്ടി മുടങ്ങാതെ സർവീസ് നടത്തുമെന്ന് അറക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഗോപിനാഥ് അറിയിച്ചു. മാസത്തിൽ 25 ദിവസമാണ് ഗ്രാമവണ്ടി സർവീസ് നടത്തുന്നത്. ഞായർ, 2ാം ശനി, മറ്റ് പൊതു അവധി ദിവസങ്ങളിൽ സർവീസ് ഉണ്ടായിരിക്കുന്നതല്ല.
ന്യൂസ് ബ്യൂറോ, അറക്കുളം. വാശിയേറിയ വടംവലി മത്സരത്തോടും DJ പരിപാടിയോടും കൂടി രാജാക്കാട് നടന്ന ഉടുമ്പൻചോല നിയോജകമണ്ഡലം തല ഓണം ടൂറിസം വാരാഘോഷ പരിപാടികൾ സമാപിച്ചു. അഡ്വക്കേറ്റ് സേനാപതി വേണു MLA വടംവലി മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സാംസ്കാരിക സമ്മേളനത്തിൽ വൈസ് ചെയർപേഴ്സൺ കിങ്ങിണി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ നാട് നമ്മുടെ ടൂറിസം എന്ന മുദ്രാവാക്യമുയർത്തി സംസ്ഥാന സർക്കാരും DTPCയും രാജാക്കാട് പഞ്ചായത്തും ചേർന്ന് ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഉടുമ്പൻചോല നിയോജക മണ്ഡലം തല ആഘോഷത്തിന് രാജാക്കാട്ട് സമാപനമായി. സമാപന ദിവസം അത്തപ്പൂക്കള മത്സരം, കലം തല്ലിപ്പൊട്ടിക്കൽ, സൈക്കിൾ സ്ലോ റേസ്, ബൈക്ക് സ്ലോ റേസ്, അഖില കേരള വടംവലി മത്സരം എന്നിവ നടത്തി. രാവിലെ മുതൽ കനത്ത മഴയായിരുന്നു മേഖലയിൽ. എങ്കിലും വടംവലി, DJ എന്നിവ കാണാനായി നിരവധി കാണികൾ എത്തിയിരുന്നു. അന്തരീക്ഷം തെളിഞ്ഞ സമയത്ത് ഇടുക്കി ടഗ് ഓഫ് വാർ അസോസിയേഷൻ ഭാരവാഹികൾ വളരെ കുറച്ച് സമയം കൊണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കി. കൊണ്ടോട്ടി സെവൻസ് ടീം 1ാം സ്ഥാനവും പൂമാങ്കണ്ടം സെവൻസ് ടീം 2ാം സ്ഥാനവും നേടി. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സാംസ്കാരിക സമ്മേളനത്തിൽ വൈസ് ചെയർപേഴ്സൺ കിങ്ങിണി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സേനാപതി വേണു MLA ഉദ്ഘാടനം നിർവഹിച്ചു. റിസോർട്ടുകളുടെയും അതോടൊപ്പം തന്നെ ഹോം സ്റ്റേകളുടെയും ഒക്കെ എണ്ണം ലിമിറ്റഡ് ആയി വരുന്ന ടൂറിസ്റ്റുകൾക്ക് സൗകര്യപ്രദമായി അവിടെ സഞ്ചരിക്കാനുള്ള സ്ഥലമില്ല, താമസിക്കാനുള്ള ഇടമില്ല എന്നുള്ളത്. അപ്പോൾ മൂന്നാർ അതിൻ്റെ വികസനത്തിൻ്റെ പാരമ്യതയിലെത്തി. ഇനി മൂന്നാറിൻ്റെ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങൾ, ഇപ്പം നമുക്കറിയാം മൂന്നാറിൻ്റെ പേരിൽ ഇപ്പോൾ ആളുകൾ താമസിക്കുന്നത് 2ാം മൈലിലും ആനച്ചാലിലും ഒക്കെയാണ്. ആളുകൾ വന്ന് കുഞ്ചിത്തണ്ണിയിൽ വരെ താമസമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇനി ആ ടൂറിസ്റ്റുകൾ കടന്നു വരേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഏരിയ. അതിൻ്റെ ഒരു വാതായനമായി നിൽക്കുന്നത് രാജാക്കാട് പഞ്ചായത്താണ്. ഇപ്പോൾ രാജാക്കാട് പഞ്ചായത്തിൽ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നമുക്കറിയാം ശ്രീനാരായണപുരം വെള്ളച്ചാട്ടം, അതുപോലെ തന്നെ പൊന്മുടി ഡാം, ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കള്ളിമാലി വ്യൂ പോയിന്റ്. ഇതൊക്കെ ഇപ്പോഴും മൂന്നാറിൽ വരുന്ന ടൂറിസ്റ്റുകൾ സന്ദർശിക്കുന്ന സ്ഥലമാണ്. അവരത് മൂന്നാറിന്റെ ഭാഗമായിട്ട് കണ്ടുകൊണ്ടാണ്. ജനറൽ കൺവീനർ ബെന്നി പാലക്കാട്ട് സ്വാഗതവും ബിബിൻ C. അഗസ്റ്റിൻ നന്ദിയും പറഞ്ഞു. DTPC സെക്രട്ടറി ജിതീഷ് ജോസ്, കൺവീനർ VS ബിജു, IMTA പ്രസിഡന്റ് ജെയിംസ് തെങ്ങുംകുടി, KHRA പ്രസിഡന്റ് KM ജോർലി, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ, റിസോർട്ട് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് എറണാകുളം സിട്രസ് മ്യൂസിക് ഫ്യൂഷൻ ടീമിന്റെ DJ പരിപാടിയും നടത്തി. പോലീസ് അധികാരികളുടെ നിർദ്ദേശപ്രകാരം രാത്രി 10-ന് പരിപാടികൾ അവസാനിപ്പിച്ചു. 10 മണിയോടെ DJ അവസാനിപ്പിച്ചപ്പോൾ ചെറുപ്പക്കാരായ കാണികൾ നിരാശരായെങ്കിലും പോലീസും സംഘാടകരും ഏറെ പണിപ്പെട്ടാണ് കാണികളെ പറഞ്ഞയച്ചത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊമ്മൻകുത്ത് നടയ്ക്കൽ പാലത്തിന് സമീപം രൂപം കൊണ്ട കുഴി ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. നെയ്യശ്ശേരി തോക്കുമൻസാട് റോഡിന്റെ നിർമ്മാണ ഭാഗമായി നിർമ്മാണ കമ്പനി സ്ഥാപിച്ച ഗ്രാനുൾ ബേസിൽ നിന്നും ടോറസ് വാഹനങ്ങൾ കയറിയിറങ്ങിയാണ് ഇവിടെ കുഴി രൂപപ്പെട്ടതെന്നും മഴ സമയത്ത് ഇവിടെയാകെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിനാൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. തൊമ്മൻകുത്ത് വണ്ണപ്പുറം റൂട്ടിൽ നടയ്ക്കൽ പാലത്തിന് സമീപം റോഡിന് നടുവിലെ വെള്ളക്കെട്ടും കുഴിയും അപകടത്തിന് കാരണമാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ കുഴിയിൽ വീണ് 1-ലേറെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിരുന്നു. യാത്രക്കാർ ചെറിയ പരിക്കുകളോടെയാണ് രക്ഷപ്പെട്ടത്. റോഡിന് നടുവിലെ വലിയ കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ ഇവിടെ കുഴിയുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ഇതാണ് അപകടത്തിന് കാരണം. നെയ്ശ്ശേരി തോക്കുമൻ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് കരാറു കമ്പനി ഈ ഭാഗത്ത് വലിയ ഗ്രാനുൽ സബ് ബേസ് തീർത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം കെട്ടിനിൽക്കുന്നതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. വെള്ളം കെട്ടിനിൽക്കുന്ന ഭാഗം വൃത്തിയാക്കി കുഴിയടച്ച് വെള്ളം ഒഴുകിപ്പോകും വിധത്തിൽ റോഡ് നന്നാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തൊടുപുഴ താലൂക്കിലെ സംഗതി തൊമ്മൻകുത്ത് ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. സംഗതി കുഴിയും വെള്ളമായിട്ട് നിരവധി വണ്ടികൾ പോകുന്ന സ്ഥലമാണിത്. ഇതിന് വേണ്ടപ്പെട്ടവർ എന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്ന്. ഈ വഴിക്ക് വരുന്ന സംഗതി ബൈക്കുകാരും മറ്റു വണ്ടിക്കാരും വരുമ്പോൾ സംഗതി നാട്ടുകാരും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് സംഗതി ഇവിടെ ഒത്തിരി ആൾക്കാർ ബൈക്ക് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് സാധാരണയായിട്ട്. എത്രയും പെട്ടെന്ന് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ട് ഇത് എന്തെങ്കിലും ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. കട്ടപ്പനയിൽ പെരുമഴയിൽ വീട് തകർന്ന കുടുംബത്തെ അവഗണിക്കുന്നതായി പരാതി. കഴിഞ്ഞ വർഷത്തെ പെരുമഴക്കാലത്താണ് വൃദ്ധദമ്പതികളുടെ വീടിന് മുകളിലേക്ക് കല്ലും മണ്ണും ഉരുണ്ടു വീണത്. ഇവർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണവും തിരികെ കിട്ടുന്നില്ലെന്ന് പറയുന്നു. ഇടുക്കിയിൽ നിന്നും BBC ന്യൂസിനു വേണ്ടി റോജൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
കഴിഞ്ഞ നവംബറിലാണ് കട്ടപ്പന കുന്തളംപാറ വട്ടുകുന്ന് സ്വദേശി നടുവത്ത് ഫിലോമിനയുടെ വീടിന് മുകളിലേക്ക് സമീപത്ത് നിന്നും മണ്ണും പാറക്കല്ലുകളും വീണത്. വലിയ പാറ ഭിത്തി തകർത്ത് ഫിലോമിന ജോസ് കിടക്കുന്ന മുറിയിലാണ് പതിച്ചത്. അത്ഭുതകരമായാണ് അപകടത്തിൽ നിന്നും ഇവർ ജീവനോടെ രക്ഷപ്പെട്ടത്. ഈ തകർന്നു വീണ കല്ലുകളോ മണ്ണോ മാറ്റാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഈ ചെറിയ വീട് ഏതു നിമിഷവും നിലംപൊത്താറായി നിൽക്കുന്ന അവസ്ഥയാണ്. കട്ടപ്പന നഗരസഭയിലും വില്ലേജ് ഓഫീസിലും കളക്ടറേറ്റിലും അടക്കം പരാതി സമർപ്പിച്ചിട്ടും വാസയോഗ്യമായി വീട് നിർമ്മിച്ചു നൽകാൻ നടപടി ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ നവംബറിൽ വലിയ മഴയ്ക്ക് രാത്രി 2 മണിക്ക് വടി സഹിതം പെരയിലോട്ട് മണ്ണെല്ലാം അങ്ങനെ വന്നു. ഞാൻ സഹിതം ഈ കട്ടില് സഹിതം ഇങ്ങനെ ഇടിഞ്ഞ് ഉന്തിക്കൊണ്ട് പോന്നു. അത്ഭുതകരമായിട്ട് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു. അത് ഇവിടുന്ന് കൊണ്ട് പരാതി കൊണ്ട് വില്ലേജിൽ കൊണ്ട് കൊടുത്തു, നഗരസഭയെ കൊണ്ട് കൊടുത്തു, ഏറ്റവും അവസാനം കൊണ്ട് കളക്ടറേറ്റിലും കൊണ്ട് കൊടുത്തു. ഓരോരുത്തരും വന്നു ഇവിടെ വന്ന് അന്വേഷിക്കുന്നു, പോകുന്നു. ആരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഒരു സഹായവും ഇന്നുവരെയും കിട്ടിയിട്ടില്ല. ഏറ്റവും അവസാനം പിന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ 6 ലക്ഷം രൂപ കൊണ്ട് ബാങ്കിൽ കൊണ്ടിട്ട് റൂറൽ ബാങ്കിൽ. ആ പൈസയ്ക്ക് വേണ്ടി കാലത്തും വൈകിട്ടും ഈ നടപ്പ് മാത്രം. അത് കിട്ടിയിട്ട് എവിടെയെങ്കിലും ചെറിയൊരു വീട് തട്ടിക്കൂട്ടണമെന്ന് ഓർത്തിട്ട് അവർ ഞങ്ങൾക്ക് അതും കിട്ടുന്നില്ല. അതിനു വേണ്ടി ഞങ്ങൾ നടന്ന് മടുത്തു. ഇനി ഞങ്ങൾ ആരുടെ അടുത്താണ് ഈ അപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് ഒന്നും എനിക്കറിയത്തില്ല. ഞങ്ങൾ 2 പേരും രോഗികളാണ്. ഞങ്ങൾക്ക് താമസിക്കാൻ ഭവനമില്ല. ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇവിടെയുള്ള നഗരസഭയിലുള്ളവരോ വില്ലേജിലുള്ളവരോ ഇവിടുത്തെ മെമ്പറോ ആരും ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കുന്നുമില്ല. കൃഷിജോലി ചെയ്തും കാലി വളർത്തലിലൂടെയും ഇവർ സമ്പാദിച്ച 6 ലക്ഷം രൂപ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ ഇവർ നിക്ഷേപിച്ചിരുന്നു. ഈ തുകയും തിരികെ ലഭിക്കുന്നില്ല. സ്വന്തമായി അധ്വാനിച്ച പണമെങ്കിലും ലഭ്യമായിരുന്നെങ്കിൽ വീട് വാസയോഗ്യമാക്കാമെന്നാണ് ഇവർ പറയുന്നത്. മേലധികാരികളുടെ സഹായം പ്രതീക്ഷിക്കുകയാണ് ഇവർ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തുടർച്ചയായി 6ാം വർഷവും നെടുങ്കണ്ടം ആശാഭവനിലെ കുട്ടികൾക്ക് ഓണക്കിറ്റുമായി എത്തിയിരിക്കുകയാണ് ഹരിതകർമ്മസേനാംഗമായ വസന്ത എസ് നായർ. 6 വർഷത്തിലധികമായി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേനയിൽ പ്രവർത്തിക്കുന്ന 66-കാരിയായ വസന്ത തൂക്കുപാലം സ്വദേശിനിയാണ്. വളരെ തുച്ഛമായ തൻ്റെ ശമ്പളത്തിൽ നിന്നും ഒരു വിഹിതം മാറ്റിവെച്ചാണ് വസന്ത എല്ലാ വർഷവും ആശാഭവനിലെ കുട്ടികൾക്ക് ഓണക്കിറ്റ് നൽകുന്നത്. തുടർച്ചയായ 6ാം വർഷവും നെടുങ്കണ്ടം ആശാഭവനിലെ കുട്ടികൾക്ക് ഓണക്കിറ്റുമായി എത്തിയിരിക്കുകയാണ് ഹരിതകർമ്മ സേനാംഗമായ വസന്ത എസ് നായർ. 6 വർഷത്തിലധികമായി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മ സേനയിൽ പ്രവർത്തിക്കുന്ന 66-കാരിയായ വസന്ത തൂക്കുപാലം സ്വദേശിയാണ്. വളരെ തുച്ഛമായ തന്റെ ശമ്പളത്തിൽ നിന്നും ഒരു വിഹിതം മാറ്റിവെച്ചാണ് വസന്ത എല്ലാ വർഷവും ആശാഭവനിലെ കുട്ടികൾക്ക് ഓണക്കിറ്റ് നൽകുന്നത്. വസന്തയുടെ തീരുമാനത്തിന് പിന്നിലും ഒരു കഥയുണ്ട്. ശുചീകരണ തൊഴിലാളികളായ തങ്ങളെ പലരും 2ാം തരക്കാരായി പരിഗണിച്ചിരുന്ന സമയത്ത് ഇവരെ ക്ലീൻ സോൾജിയേഴ്സ് പദവി നൽകി ആശാഭവൻ മുൻപ് ആദരിച്ചിരുന്നു. പഞ്ചായത്തിലെ മുഴുവൻ ശുചീകരണ തൊഴിലാളികളെയും ഒരുമിച്ച് ചേർത്ത് ഓണാഘോഷവും സദ്യയും സമ്മാനങ്ങളും നൽകിയാണ് അന്ന് പിരിഞ്ഞത്. അന്നു മുതൽ എല്ലാ ഓണത്തിനും വസന്ത ഓണക്കിറ്റുമായി ആശാഭവനിൽ എത്തുന്നുണ്ട്. എല്ലാ വർഷവും ഓണത്തിന് ഇപ്പോൾ 6 വർഷം കൊണ്ട് ഞാൻ ഈ ആശാഭവനിലെ എൻ്റെ കൊച്ചുമക്കൾക്ക് വേണ്ടി ചെറിയൊരു ഉപകാരം എൻ്റെ പരിശ്രമത്തിൻ്റെ ഫലത്തിൻ്റെ ഒരു വിഹിതം ഇവിടെ കൊടുക്കും. അത് ഈ വർഷവും ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു. തങ്ങളെ ചേർത്ത് നിർത്തിയ ആശാഭവന്റെ പ്രവൃത്തി വലിയ അംഗീകാരമായിരുന്നുവെന്ന് വസന്ത പറയുന്നു. പൊതുപ്രവർത്തകനായ ജോജി ഇടപ്പള്ളിക്കുന്നേലിനൊപ്പം എത്തിയാണ് വസന്ത ഓണക്കിറ്റ് കൈമാറിയത്. ആശാഭവനിലെ സിസ്റ്റർ സ്നേഹയും മറ്റ് സിസ്റ്റേഴ്സും ചേർന്ന് ഓണക്കിറ്റ് ഏറ്റുവാങ്ങി. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഉത്സവമായ ഓണത്തിന് തൻ്റെ തുച്ഛമായ ശമ്പളത്തിൽ നിന്നും ഒരു വിഹിതം ആശാഭവനിലെ കുട്ടികൾക്ക് നൽകാനായതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് വസന്ത. കുറേ വർഷങ്ങളായിട്ട് ചേച്ചി ആശാഭവൻ്റെ സ്വന്തമാണ്. നമ്മൾ ആശാഭവൻ ഫാമിലിയിലെ ഒരു അംഗം എന്ന രീതിയിലാണ് ചേച്ചി നമ്മുടെ എല്ലാ പ്രോഗ്രാമിലും നമ്മുടെ കൂടെയുണ്ട്. ഓണാഘോഷ പരിപാടികളിലും മറ്റ് സ്കൂളിലെ പരിപാടികളിലൊക്കെ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓടി വരും, കുഞ്ഞുമക്കളെ കാണും, അവർക്ക് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യും. അപ്പോൾ എല്ലാ വർഷവും ഓണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഓണക്കിറ്റ് നമുക്കറിയാം കുറേയേറെ സാധനങ്ങൾ ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഓണക്കാലത്ത് നമ്മുടെ വസന്ത ചേച്ചി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഓണക്കിറ്റ് കുറേയേറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ 6 വർഷമായിട്ട് ചേച്ചി ഇങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധനങ്ങൾ എത്തിച്ച് നൽകുന്നതാണ്. നമുക്കറിയാം നമ്മുടെ മാലിന്യമുക്ത കേരളത്തിന് വേണ്ടിയിട്ട് ഒത്തിരി അധ്വാനിക്കുന്ന ഹരിതകർമ്മ സേനയുടെ ഒരാളാണ് ചേച്ചി.
ചേച്ചിയുടെ വലിയ അധ്വാനത്തിൽ നിന്ന് ചേച്ചിയുടെ കുഞ്ഞു സമ്പാദ്യത്തിൽ നിന്ന് ഒരു ചെറിയ ഓഹരി ചേച്ചി നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുകയാണ്. ചേച്ചിക്ക് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ഇടുക്കി ഡാമിൽ നിന്ന് മത്സ്യം പിടിച്ച് ഉപജീവനം നടത്തുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികൾക്ക് PK ജയന്റെ നേതൃത്വത്തിൽ ഓണ സമ്മാനങ്ങൾ എത്തിച്ചു നൽകി. പാറേമാവ് കൊലുമ്പൻ കോളനി നിവാസികളായ മത്സ്യത്തൊഴിലാളികൾക്കാണ് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഓണം, ക്രിസ്മസ് ഉൾപ്പെടെയുള്ള പ്രധാന ആഘോഷവേളകളിൽ ആദിവാസി ഉന്നതികൾ കേന്ദ്രീകരിച്ച് ഭക്ഷ്യസാധനങ്ങളും സമ്മാനങ്ങളും എത്തിച്ചു നൽകുന്ന ജീവകാരുണ്യ പ്രവർത്തനം PK ജയൻ തുടരുകയാണ്. കൂടാതെ സ്കൂൾ തുറക്കുന്ന സമയങ്ങളിൽ കുട്ടികൾക്ക് ബാഗുകളും പഠനോപകരണങ്ങളും വിതരണം ചെയ്യാറുമുണ്ട്. ഇക്കുറി സഹ്യസാനു ഫോറസ്റ്റ് ഓഫീസിന് സമീപമുള്ള മത്സ്യാരണ്യകം വിപണന കേന്ദ്രത്തിന് മുമ്പിൽ വെച്ചാണ് വിതരണ ചടങ്ങ് നടന്നത്. ഇടുക്കി വൈൽഡ് ലൈഫ് ഡെപ്യൂട്ടി റേഞ്ചർ PR സുധീഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വർഷവും നമ്മൾ വാഴത്തോപ്പ് പഞ്ചായത്തിലെ വിവിധ മേഖലകളിലും വിവിധ കോളനിയിൽ നമ്മൾ ഭവനങ്ങളിലെല്ലാം ഓണക്കിറ്റുകൾ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. നമ്മുടെ SJ മെഡിക്കൽസ് ജൈനകസ്റ്റിൻ ആണ് ഇന്ന് ഇവിടുത്തെ ഈ ഓണക്കിറ്റ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അതേപോലെ വിവിധ സ്ഥലങ്ങളിൽ വിവിധങ്ങളായ ആൾക്കാർ, നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെയാണ് എല്ലാ വർഷവും സ്പോൺസർ ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ഫോറസ്റ്റിൻ്റെ, വനം വകുപ്പിൻ്റെ മത്സ്യ വല കിട്ടുന്ന, നമ്മുടെ ഇടുക്കി ഡാമിൽ വല കിട്ടുന്ന നമ്മുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ഞങ്ങൾ ഒരുമിച്ച് ജനിച്ചു വളർന്ന ഒരു നാട്ടിലെ ആൾക്കാരാണ്. ഇവർക്കൊപ്പമാണ് ഇന്നത്തെ നമ്മുടെ ഓണക്കിറ്റ് വിതരണം ചെയ്തുകൊണ്ടുള്ള ഓണാഘോഷം നമ്മളിന്ന് ഇവിടെ കൂടുന്നത്. വരും വർഷങ്ങളിലും കൂടുതൽ സഹായങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് PK ജയൻ വ്യക്തമാക്കി. ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ജെയിൻ അഗസ്റ്റിൻ സ്പോൺസർ ചെയ്ത ഭക്ഷ്യക്കിറ്റുകളാണ് വിതരണം ചെയ്തത്. ചടങ്ങിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ജെൻസൺ ജോസഫ്, ദിൽജിത് കുമാർ, ജിനു R, പൊതുപ്രവർത്തകനായ അജയ്കുമാർ ബിനു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. 15ാം വർഷവും കരുതലിൻ്റെ ഓണക്കിറ്റ്. രാജാക്കാട്ടിലെ 50 കുടുംബങ്ങൾക്ക് ഓണസമ്മാനവുമായി യുവ പൊതുപ്രവർത്തകൻ. ഓണം ആഘോഷങ്ങളുടെ നിറവും സമൃദ്ധിയും എല്ലാവരുടെയും വീടുകളിലെത്തുമ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഒരു പങ്ക് അർഹരായവർക്കായി മാറ്റിവെക്കുകയാണ് രാജാക്കാട്ടിലെ യുവ പൊതുപ്രവർത്തകൻ. തുടർച്ചയായ 15ാം വർഷവും നിർധന കുടുംബങ്ങൾക്കും കിടപ്പ് രോഗികൾക്കും ഓണക്കിറ്റ് എത്തിച്ചു നൽകി മാതൃകയാണ് രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് ടൗൺ വാർഡ് അംഗവും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ ജോഷി കന്യാക്കുഴി. ഉത്രാട ദിനത്തിൽ രാജാക്കാട്ടിലെ 50ഓളം കുടുംബങ്ങളിലേക്കാണ് ജോഷി കന്യാക്കുഴി ഓണക്കിറ്റുകളുമായി എത്തിയത്. 15 വർഷം മുൻപ് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ 13 വീടുകളിൽ നിന്നും ആരംഭിച്ച സേവന പ്രവർത്തനമാണ് ഇന്ന് 50ഓളം കുടുംബങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നത്. ഓണം വരുമ്പോൾ ആഘോഷത്തിന്റെ തിരക്കുകൾക്കിടയിലും ഈ വീടുകളെ ജോഷി മറക്കാറില്ല. വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും വ്യക്തികളും നൽകുന്ന സാധനങ്ങൾ സമാഹരിച്ച് ഓണക്കിറ്റുകളാക്കി മാറ്റിയാണ് വീടുകളിൽ എത്തിക്കുന്നത്. ഭക്ഷ്യധാന്യങ്ങളും നിത്യോപയോഗ സാധനങ്ങളും ഉൾപ്പെടുന്ന കിറ്റിനൊപ്പം ഇത്തവണ ഓണക്കോടിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണ നിർധന കുടുംബങ്ങൾക്കും കിടപ്പ് രോഗികൾക്കുമായി 50ഓളം ഓണക്കിറ്റുകളാണ് ഒരുക്കിയത്. ഓണത്തിന്റെ ആഘോഷ പകിട്ടിനേക്കാൾ വലുതാണ് മറ്റൊരാളുടെ വീട്ടിൽ പകരുന്ന സന്തോഷമെന്ന സന്ദേശമാണ് ജോഷിയുടെ പ്രവർത്തനം മുന്നോട്ട് വയ്ക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കും കിടപ്പിലായ രോഗികൾക്കും ഓണത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ജോഷി കന്യാക്കുഴി പറയുന്നു. അപ്പോൾ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾക്ക് അമ്മയ്ക്ക് ഒരു സംവിധാനമുണ്ട്, ചെറിയൊരു തുണിയും കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ 15 വർഷമായിട്ട് നിർധനരും കിടപ്പ് രോഗികളും ക്യാൻസർ രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഞങ്ങൾ കിറ്റുകൾ ഏൽപ്പിക്കുന്നുണ്ട്. ഓണത്തിന് ഞങ്ങളുടെ വക ഒരു ചെറിയ സമ്മാനം എന്ന നിലയിൽ ഒരു ഓണക്കിറ്റും ഒരു ഓണക്കോടിയുമായിട്ടാണ് ഞങ്ങൾ ഈ വർഷം 50-ൽ പരം ആളുകൾക്ക് കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നത്. ഞങ്ങൾ സാധാരണക്കാരായ ആളുകളെ കണ്ടെത്തി അവർക്ക് എത്തിക്കുമ്പോൾ ഈ നാട്ടിലെ നല്ല മനസ്സുകളായ ആളുകളുടെയും വ്യാപാരികളുടെയും ഒക്കെ കയ്യിൽ നിന്നും പണങ്ങൾ ശേഖരിച്ചും ഗിഫ്റ്റുകൾ മേടിച്ചുമാണ് ഞങ്ങൾ ഈ സാധനങ്ങൾ കൊണ്ട് എത്തിക്കുന്നത്. ഞങ്ങൾ 15 വർഷം ഇന്ന് പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രാവശ്യം ഓണക്കോടി ഉൾപ്പെടെ എല്ലാം കൂടി കൊടുക്കുന്നത്. തുടർന്നും ഞങ്ങൾ എല്ലാ വർഷവും ഇത് ചെയ്യണമെന്നുള്ള ആഗ്രഹമായിട്ട് മുന്നോട്ട് പോകുന്നു. തുടർന്നും നിങ്ങളെല്ലാവരുടെയും സഹകരണം ഇതിനുണ്ടാകണം. ഒപ്പം ഞങ്ങൾക്ക് ഈ പച്ചക്കറികളും സാമ്പത്തികത്വം സഹായിച്ച മുഴുവൻ ആളുകൾക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഒപ്പം എല്ലാവർക്കും ഒരു ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. കോവിഡ് കാലത്തും പ്രളയകാലത്തും ജോഷി നടത്തിയ വിവിധ സേവന പ്രവർത്തനങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു. ദുരിതകാലങ്ങളിൽ കൈത്താങ്ങായ അതേ മനസ്സോടെയാണ് ഓരോ ഓണക്കാലത്തും നിർധന കുടുംബങ്ങളുടെ വീടുകളിലും ജോഷി എത്തുന്നത്. ഓണം ഒരു ആഘോഷം മാത്രമല്ല, കരുതലും പങ്കുവയ്ക്കലുമാണെന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് ഇത്തവണയും ഓണക്കിറ്റ് വിതരണം. വരും വർഷങ്ങളിലും കൂടുതൽ ആളുകളിലേക്ക് സേവനം വ്യാപിപ്പിക്കണമെന്നതാണ് ജോഷിയുടെ ആഗ്രഹം. ഓണക്കിറ്റുകളുടെ വിതരണത്തിൽ പൊതുപ്രവർത്തകരായ തങ്കച്ചൻ പുളിക്കൽ, ജോയി തമ്പുഴ, ബെന്നി തടത്തിൽ എന്നിവരും പങ്കാളികളായി. വർഷങ്ങൾ പിന്നിട്ടിട്ടും മുടങ്ങാത്ത ഈ കരുതൽ രാജാക്കാട്ടിലെ 50ഓളം കുടുംബങ്ങൾക്ക് ഇത്തവണയും ഓണം പകരുന്നത് ഭക്ഷണത്തിനൊപ്പം സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും മധുരമാണ്. ന്യൂസ് ബ്യൂറോ,
ഇടുക്കി. കരിമണ്ണൂർ അങ്കണവാടി ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഓണാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. കരിമണ്ണൂർ പഞ്ചായത്ത് ICDS സൂപ്പർവൈസർ നീതു സാം ഭദ്രദീപം കൊളുത്തി ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ നേതൃത്വത്തിൽ വിവിധ കലാമത്സരങ്ങൾ, തിരുവാതിര, വർണ്ണാഭമായ ഓണപ്പൂക്കളം, ഓണസദ്യ എന്നിവയും സംഘടിപ്പിച്ചു. ഇളംദേശം വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ വരുന്ന കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടി ജീവനക്കാരുടെ ഈ വർഷത്തെ ഓണാഘോഷം സെന്റർ നമ്പർ 118 കിളിയറ അംഗൻവാടിയിൽ വെച്ച് വിപുലമായി ആഘോഷിച്ചു. കരിമണ്ണൂർ പഞ്ചായത്ത് ICDS സൂപ്പർവൈസർ നീതു സാം ഭദ്രദീപം കൊളുത്തി ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ സ്കൂൾ കൗൺസിലർ ബിബി ബേബി, AWH ലീഡർ ബിന്ദു KK, കിളിയറ അംഗൻവാടി വർക്കർ മിനി എന്നിവർ ആശംസകൾ അറിയിച്ചു. ഈ കഴിഞ്ഞ വർഷം ജോലിയിൽ നിന്നും വിരമിച്ച ജീവനക്കാരായ അനിതകുമാരി, KM ഷീല എന്നിവർക്ക് ചടങ്ങിൽ സ്നേഹാദരവായി ഓണക്കോടി വിതരണം ചെയ്തു. ജീവനക്കാരുടെ നേതൃത്വത്തിൽ വിവിധ കലാമത്സരങ്ങൾ, തിരുവാതിര, വർണ്ണാഭമായ ഓണപ്പൂക്കളം, ഓണസദ്യ എന്നിവയും സംഘടിപ്പിച്ചു. ജീവനക്കാരുടെ സജീവ പങ്കാളിത്തത്തോടെയും ഓണത്തിന്റെ പാരമ്പര്യവും ഐക്യവും സൗഹൃദവും പങ്കുവച്ചും പരിപാടികൾ ആഘോഷപൂർണ്ണമായി നടന്നു. പരമ്പരാഗത ഓണത്തിന്റെ നിറപ്പകിട്ടും കൂട്ടായ്മയുടെ മനോഹാരിതയും നിറഞ്ഞ ആഘോഷം എല്ലാവർക്കും വേറിട്ട അനുഭവവും മനോഹരമായ ഓർമ്മയും സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. കരിമണ്ണൂർ പാരിജാതം മ്യൂസിക് അക്കാദമിയുടെ 1ാം വാർഷികവും ഓണാഘോഷവും വിപുലമായി സംഘടിപ്പിച്ചു. പൂക്കളം ഒരുക്കിക്കൊണ്ട് ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് വിവിധ കായിക മത്സരങ്ങളും വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കി. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പൊതുസമ്മേളനം നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. പാരിജാതം മ്യൂസിക് അക്കാദമി പ്രസിഡന്റ് PK ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. കരിമണ്ണൂർ പാരിജാതം മ്യൂസിക് അക്കാദമിയുടെ 1ാം വാർഷികവും ഓണാഘോഷവും വിപുലമായി സംഘടിപ്പിച്ചു. പൂക്കളം ഒരുക്കിക്കൊണ്ടാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് വിവിധ കായിക മത്സരങ്ങളും വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പൊതുസമ്മേളനം നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ കരിമണ്ണൂരുള്ള വിവിധ മേഖലകളിലുള്ള ജനവിഭാഗങ്ങളെ ഒന്നിക്കുന്ന ഒരു കണ്ണിയായി, അല്ലെങ്കിൽ അവരെ ഒന്നിപ്പിക്കുന്ന ഈ സംഗീതം എന്ന ഈ ഒരു മീഡിയം, അത് ഈ പാരിജാതം മ്യൂസിക് അക്കാദമി കഴിഞ്ഞ ഒരു വർഷം വളരെ മനോഹരമായി നിർവഹിച്ചു എന്നാണ് എനിക്ക് അറിയുവാൻ കഴിഞ്ഞത്. ഞാൻ നിങ്ങളുടെ ഈ സംഗീത കൂട്ടായ്മയിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും വന്ന് കയറിയപ്പോൾ തന്നെ പാരിജാതം എന്ന നമ്മുടെ പഴയ ആ മലയാളം പാട്ട് കേട്ടുകൊണ്ടാണ്, ശ്രവണ മനോഹരമായ ഒരു ഗാനം അത് കേട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. തീർച്ചയായിട്ടും നിരവധി പ്രതിഭകൾ ഈ എൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട്, ഈ സ്റ്റേജിലുമുണ്ട്. നമ്മുടെ മെമ്പറൊക്കെ വലിയ പാട്ടുകാരിയാണ് ജോസ്പി ഇതിൻ്റെ അംഗമാണോ? പാരിജാതം ഓക്കെ, മെമ്പറാണ്. ഓക്കെ, അപ്പം തീർച്ചയായും നിങ്ങളുടെ 1-2 പാട്ട് കേട്ടിട്ട് ഞാൻ പോകുന്നുണ്ട്. പാരിജാതം മ്യൂസിക് അക്കാദമി പ്രസിഡന്റ് PK ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസ് ജോൺ ആയത്തുപാടം ഓണ സന്ദേശം നൽകി. ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കും ഓഫീസ് നവീകരണ പ്രവർത്തനങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ബിജു കുറുപ്പ്, PA സുദർശനൻ എന്നിവർക്കും അക്കാദമിക രംഗത്തും കലാരംഗത്തും പ്രതിഭ തെളിയിച്ച പാരിജാതം അംഗം ശ്രുതിലക്ഷ്മിക്കും കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷാജൻ ജെയിംസിനും കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷാജൻ ജെയിംസ് സമ്മാനങ്ങൾ നൽകി. അബു ജോൺ ജോസഫ് MLAക്ക് പാരിജാതത്തിന്റെ ഉപഹാരം കൈമാറി. പ്രസിഡന്റ് PK ശ്രീകുമാറാണ് ഉപഹാരം നൽകിയത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോസ്മി സോജൻ, മനു പ്രസാദ്, CDS പ്രസിഡന്റ് ബിൻസി ജോസഫ് എന്നിവർ ആശംസകൾ നേർന്നു. അനൂപ് ഐസക്, ശ്രുതിലക്ഷ്മി എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. ഇന്ദിര നൃത്തം അവതരിപ്പിച്ചു. പരിപാടിയുടെ ധനസമാഹരണത്തിനായി നടത്തിയ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നടത്തി. തുടർന്ന് തീം സോങ്ങോടുകൂടി ആരംഭിച്ച കലാപരിപാടികളിൽ പാരിജാതം ടീം അവതരിപ്പിച്ച തിരുവാതിര, ഗാനമേള എന്നിവ ശ്രദ്ധേയമായി.
ചടങ്ങിൽ പാരിജാതം സെക്രട്ടറി ജോർജ് കുട്ടി സെബാസ്റ്റ്യൻ സ്വാഗതവും ട്രഷറർ എൻ ലാജി നന്ദിയും രേഖപ്പെടുത്തി. ഓണാഘോഷത്തിന്റെ ഭാഗമായി കരിമണ്ണൂർ ടൗണിൽ തേക്കിൻകൂട്ടം മുതൽ പള്ളിത്താഴെ വരെ ചെണ്ടമേളത്തിന്റെയും മാവേലിയുടെയും വിവിധ ഫ്ലോട്ടുകളുടെയും അകമ്പടിയോടെ വർണ്ണശബളമായ വിളംബര ഘോഷയാത്രയും നടന്നു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസ് ജോൺ ജാഥയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. പരിപാടിയുടെ വിജയത്തിനായി രൂപീകരിച്ച 11 സബ് കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുവോണ ദിനത്തിൽ 51 വിഭവങ്ങളോടുകൂടിയ മഹാ തിരുവോണ ഊട്ട് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉത്രാടപ്പാച്ചിലിൽ നാടും നഗരവും. ഇടയ്ക്കിടെ പെയ്യുന്ന മഴ ആശങ്ക ഉണ്ടാക്കുന്നെങ്കിലും കച്ചവടം പുരോഗമിക്കുന്നതായി വ്യാപാരികൾ. രാമക്കൽമേട് കുറവൻകുറത്തി ശില്പത്തിന് കേടുപാടുകൾ പറ്റി. ശില്പത്തിന്റെ താഴ്ഭാഗത്തു നിന്നും കോൺക്രീറ്റ് അടർന്ന നിലയിൽ. അറക്കുളം കൊടയത്തൂർ ഗ്രാമപഞ്ചായത്തുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഗ്രാമീണ മേഖലയിലെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഗ്രാമവണ്ടി സർവീസ് ആരംഭിച്ചു. ഗ്രാമവണ്ടി പദ്ധതിയുടെ ഉദ്ഘാടനവും ഫ്ലാഗ് ഓഫും റോയ് കെ പൗലോസ് MLA നിർവഹിച്ചു. ഉടുമ്പൻചോല നിയോജകമണ്ഡലം തല ഓണം ടൂറിസം വാരാവകാശ പരിപാടികൾ സമാപിച്ചു. അഡ്വക്കേറ്റ് സേനാപതി വേണു MLA വടംവലി മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.